ആമേൻ. ഹല്ലേലൂയ. ഓൾറൈറ്റ്, നമ്മൾ പറഞ്ഞു വരുന്നത് ജയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ രാത്രി പറഞ്ഞു വരുന്നത്. പകൽ വരുന്നതും അതിനോടനുബന്ധിച്ച കാര്യങ്ങളാണ് ജയജീവിതം. ജയജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പാപത്തിനോ പിശാചിനോ നമ്മളെ തോൽപ്പിക്കാൻ പറ്റാതെ എപ്പോഴും ജയിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്, അതിൻ്റെ സംവിധാനം. ഇന്നലെ നമ്മൾ പറഞ്ഞതും അത് തന്നെയാണ്. നമ്മളെ തോൽപ്പിക്കാൻ പിശാചാണ് എൻ്റെ ആൾ. തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നലെ രാത്രി നമ്മളൊന്ന് നോക്കി തുടങ്ങിയത്. ഇന്നലെ വായിച്ച വാക്യം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഇന്നലെ വന്നവർക്ക്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. തന്ത്രം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇന്നലെ പറഞ്ഞ്, യുദ്ധതന്ത്രം നാം അറിയാത്തവർ അല്ലല്ലോ. അപ്പം ആ യുദ്ധതന്ത്രങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങി. ഇന്ന് അതിനോടനുബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ആ വളരെ ഗൗരവമായൊരു കാര്യം, ഒരുപാട് മനുഷ്യരെ തോൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, സാധാരണ നല്ലൊരു പങ്കാളികളെയും പരാജയപ്പെടുത്തുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി പറയാൻ പോകുന്നത്. എങ്ങനെ അതിൻ്റെ മേൽ ജയമെടുക്കാം? നമുക്കെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ള പ്രശ്നമാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അത് നേരെ ഒന്ന് വെക്ക്, ആ സൈഡിലോട്ടിരുന്നാൽ കിട്ടുകയില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. പിശാച് എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, ആരംഭം മുതൽ, ഏദൻ തോട്ടം മുതൽ ഇന്ന് വരെയും മേലാലും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, ആദാമിൻ്റെ ഒരിക്കൽ ഉപയോഗിച്ചത്, യേശുവിൻ്റെ ഒരിക്കൽ ഉപയോഗിച്ചത്, ബാക്കി എല്ലാ മനുഷ്യരിക്കലും ഉപയോഗിക്കുന്നു. 1-ാം ആദാം, ഒടുക്കത്തെ ആദാം, 2 കൂട്ടരുടെ മേലും പിന്നെ സർവ്വ മനുഷ്യരുടെ മേലും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ പറഞ്ഞത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. 3 കാര്യം: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 കാര്യങ്ങളിലാണ് മനുഷ്യരെ പിശാച് തോൽപ്പിക്കുന്നത്. അതെന്താണെന്നൊന്ന് ചുരുക്കം പറഞ്ഞതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ആദ്യത്തെ മനുഷ്യൻ്റെക്ക് ചെന്നപ്പോൾ, അവിടെ ചെന്നപ്പോൾ ജഡമോഹം, തിന്നാൻ നല്ല രുചിയുള്ള പഴം, നല്ല രുചി, അത്രയും രുചിയുള്ളത് വേറെ ആ തോട്ടത്തിൽ അതുവരെ അനുഭവിച്ചിട്ടില്ല. അത്രയ്ക്ക് സൂപ്പർ. ജഡമോഹം, കൺമോഹം, കാണുവാൻ നല്ല ഭംഗിയുള്ള പഴം, ആകർഷിക്കും. ജീവനത്തിൽ പ്രതാപം, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലാവും. 3 കാര്യം. ആദ്യത്തെ മനുഷ്യനെ ഇതാണ് വശീകരിച്ചത്. യേശുവിൻ്റെ വന്നു. എന്താണ് യേശുവിൻ്റെ ഉപയോഗിച്ച സംഗതികൾ? നിനക്ക് വിശക്കുന്നു, ഉപവസിച്ച് ഇങ്ങനെ ഇരുന്നാൽ 40 ദിവസമൊക്കെ ഉപവസിക്കുമ്പോഴത്തേക്ക്, ശരിക്കും പറഞ്ഞാൽ 40 ദിവസം ഉപവസിച്ചാൽ ഈ ശരീരം നല്ലപോലെ ഉടഞ്ഞു പോകും. അപ്പോൾ യേശുവിൻ്റെ പറയാണ്, നീ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് കിട്ടുന്ന നീ എന്തുമാത്രം സുവിശേഷ പ്രസംഗം നടത്തുന്നത്? മനുഷ്യരെ രക്ഷിക്കാൻ വന്ന നീ ദേശം മുഴുവൻ സഞ്ചരിക്കേണ്ട നീ ഇങ്ങനെ ഉപവസിച്ചിരുന്ന് ശരീരം ശോഷിച്ചാൽ
അങ്ങനെ വല്ലതും സുവിശേഷം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് വേഗമായിട്ട് വല്ലതും കഴിക്കണം. ആരങ്ങ് ദൂരെ പോകേണ്ട കാര്യമില്ലല്ലോ. നീ ദൈവപുത്രനല്ലേ, നീ ഇപ്പം പറഞ്ഞാൽ ഈ കാലിലപ്പമായി തരും. അങ്ങനെ അങ്ങ് ചെയ്ത് നീ നല്ല ആഹാരം കഴിക്കണം, ശരീരം ബലപ്പെടണം. യേശുവിൻ്റെക്ക് ഉപയോഗിച്ച് മാറും. ഒന്ന് ജഡമോഹം, പിന്നെ കൺമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. കൺമോഹം ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചു. എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റേതാവും. കാണിച്ചു. ലോകം മൊത്തം ഇതെല്ലാം നിൻ്റേതാവും. ജീവനത്തിൻ്റെ പ്രതാപം. യേശുവേ, നീ ഈ പ്രസംഗം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പം ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആര് കേൾക്കുമെന്നേ? പ്രസംഗിച്ചാലൊന്നും വലിയ കാര്യം നടക്കുകയില്ല. ഞാൻ ഒരു പണി പറഞ്ഞുതരാം. നീ ഈ ദേവാലയത്തിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാം. വലിയ ഉന്നതമായ ആ ഗോപുരത്തിൽ കയറിയിട്ട് അവിടുന്ന് എടുത്ത് താഴോട്ടി ആടണം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് താഴോട്ടി ആടിയാൽ ആളുകൾ വിചാരിക്കും ഇപ്പം നീ തവിട്ടുപൊടിയാവുമെന്ന്. പക്ഷെ നിന്നെ അങ്ങോട്ട് ദൂതന്മാർ വന്ന് കയ്യിലങ്ങോട്ട് താങ്ങും. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇവനെന്തൊരു കൂടിയാൾ. അപ്പോൾ അങ്ങനെ പ്രസംഗിച്ചാൽ വല്ലവരും കേൾക്കും. അല്ല, ചുമ്മാ നീ പ്രസംഗം എന്ന് പറഞ്ഞ് നടന്നാലും ആരും കേൾക്കാൻ പറ്റില്ല. ഒരു പേരൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പ്രസംഗിച്ചു നോക്കും. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് കേൾക്കും. ഉണ്ടല്ലേ? യേശുവിൻ്റെങ്കിലും ഉപയോഗിച്ചത് തന്നെ എല്ലാ മനുഷ്യരിലേക്കും ഉപയോഗിക്കുന്നത് ഈ മൂന്ന് കാര്യമാണ്. ഒന്നുകൂടെ പറയുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇനി ആ ജഡം എന്നതിനെയാണ് ഇന്ന് രാത്രി ഞാനൊന്ന് പറയാൻ വിചാരിക്കുന്നത്. എന്താണ് വേദപുസ്തകം പറയുന്ന ഈ ജഡം? ജഡം എന്ന് വേദപുസ്തകം പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? സൂക്ഷ്മമായിട്ട് കേട്ടോ, അത്യാവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. ഇതൊക്കെ ഞാൻ ഒന്നേ പറയാണ്, വലിയ വലിയ പ്രധാനപ്പെട്ട സംഗതികളാണ്. വേദപുസ്തകത്തിലെ 1-2 വാക്യം കൂടെ വായിച്ചും വെച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. റോമാലേഖനം 8-ാം അധ്യായം 12-ാം വാക്യം 13-ാം വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള ഭാഗം. റോമൻ 8-ന്റെ 12, 13 അത് മാത്രം വായിക്കാം. ഗലാത്യർ പിന്നെ വായിക്കാം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. കേൾക്കുക വാക്ക്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. പിന്നെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ കേൾക്കൂ, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. അത്ര ഗൗരവമായ കാര്യം, കൊച്ചുകാര്യമല്ല. നിങ്ങൾ മരിക്കും നിശ്ചയം. അത്ര അപകടകരമായ കാര്യം. ശരി, എന്താണ് ഈ ജഡം എന്ന് പറയുന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ? നമ്മളല്ലേ വേദപുസ്തകം പറയുന്ന ജഡം എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 24 മുതൽ 1 നോക്കിക്കോളൂ. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. അസന്നിഗ്ധമായ പ്രഖ്യാപനം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. ഒരാളെ സേവിക്കാനേ പറ്റുള്ളൂ, രണ്ടുപേരും സേവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അടുത്ത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് കൊണ്ടും പിന്നെ എന്തുടുക്കും എന്ത് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ. അപ്പൊ അവിടുത്തെ പ്രധാന പ്രശ്നം
ശരീരം, ജീവൻ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം നിവർത്തിച്ചേ പറ്റുള്ളൂ. ആഹാരം കഴിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് കൊടുക്കുന്ന തുണി വേണം, നമുക്ക് താമസിക്കാൻ വീട് വേണം. ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുക എന്നുള്ളത് ഭൂമിയിലെ ജീവിതത്തിന് അത്യാവശ്യമായ സംഗതിയാണ്. അല്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ മനുഷ്യന് ഈ ശരീരവും ഈ ജീവനും മാത്രമല്ല, ഇതിനകത്തൊരാളുണ്ട്. നമ്മളതിന് ആത്മാവെന്ന് പറയും. വേദപുസ്തകം പറയുന്ന ഭാഷ ആത്മാവ്, അത് പ്രധാനമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? നല്ല പോലെ തിന്ന് തടിച്ച് കൊഴുത്ത് ഒരു ദിവസം ചത്തു. ആത്യന്തികമായി എന്ത് നേടി? മരിച്ചു കഴിഞ്ഞിട്ട് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആത്മകാര്യത്തെക്കുറിച്ച് ചിന്ത ഇല്ല. ഭൗമജീവിതത്തിനാൽ പ്രേരിപ്പിക്കപ്പെടുന്ന, ശരീരത്തിൻ്റെ ആവശ്യങ്ങളാൽ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു ജീവിതം. ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ അത്രേ ഉള്ളൂ. എന്താണ്? തിന്നണം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നടക്കണം, എനിക്ക് ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, അവരുടെ കാര്യം നടക്കണം. അപ്പം അതിന് കാര്യം നടക്കണമെങ്കിൽ അധ്വാനിക്കണം, പൈസ ഉണ്ടാക്കണം. അപ്പം അതിനു വേണ്ടിയാണ് നല്ലൊരു പങ്കാളികളും ജീവിക്കുന്നത്. തിന്നാനും കുടിക്കാനും കല്യാണം കഴിക്കാനും കുടുംബജീവിതം നയിക്കാനും മക്കളെ വളർത്താനും പിന്നെ ചാവും. അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സംഭവിച്ചു പോകും. അപ്പം ഇതിനു വേണ്ടിയുള്ള ജീവിതത്തിന് പറയുന്ന ഒരു വാക്കാണ് ഇത്. ഒരർത്ഥമാണ് ഞാൻ പറയുന്നത്, അർത്ഥങ്ങൾ പലതുണ്ട്. അപ്പം ഇതിനു വേണ്ടിയുള്ള ജീവിതം. ഏറെക്കുറെ മനുഷ്യരെല്ലാവരും ഇതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ഈ ആത്മീയ ജീവിതത്തിന് ഇറങ്ങിയപ്പോൾ ആത്മീയ കാര്യത്തോട് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നു, വലിയ താല്പര്യം ഉണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. യോഗത്തിനും കൂട്ടത്തിനും എല്ലാം പോകണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. വചനത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു, പ്രാർത്ഥനയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് ഈ ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം അങ്ങനെ തുടങ്ങിയതാണെങ്കിലും സ്വല്പം കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആത്മീയ ജീവിതത്തോട് വലിയ താല്പര്യമില്ല. ദൈവത്തെ എന്തിനാണ്? ഇന്നത്തെ ഭാഷയ്ക്ക് പറഞ്ഞാൽ നല്ല പോലെ കാശ് കിട്ടണോ ദൈവത്തെ സേവിക്കാൻ വാ. ഒരു 30 വർഷം കൊണ്ടുള്ള പ്രസംഗമാണ്. ദൈവത്തെ സേവിക്കാൻ വന്നാൽ കണ്ടമാനം കാശ് കിട്ടും, ദൈവം അഭിവൃദ്ധി തരും, ഉയർച്ച തരും, പിള്ളേരുടെ തലമണ്ടയെല്ലാം നല്ല പോലെ പഠിക്കത്തക്കോണം ദൈവം വികസിപ്പിച്ച് തരും. അങ്ങനെ വലിയ വലിയ കാര്യം ദൈവം ഭൂമിയിൽ ചെയ്തു തരും. വരൂ. ഈ പ്രസംഗം കേട്ട് ആളുകൾ വരുന്നു. എന്തിനു വരുന്നു? പൈസയ്ക്ക് വരുന്നു, രോഗശാന്തിക്ക് വരുന്നു, മക്കളുടെ കാര്യമെല്ലാം നന്നാവാൻ വരുന്നു, വലിയ വീട് കിട്ടാൻ വരുന്നു. അപ്പം അങ്ങനെ ഭൗമജീവിതത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്ന, ആത്മീക ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം. ലക്ഷ്യം ഈ ശരീരവും ഈ ഭൂമിയിലെ ജീവിതവുമാണ്. ഒന്നുകൂടെ പറയുന്നു, ഇന്ന് നല്ലൊരു പങ്കാളുകൾക്കും ഇപ്പം നിങ്ങൾ ഇത്രയും ദിവസം കൂടെ യോഗത്തിന് വരുന്നു, പക്ഷെ എത്ര പേര് വരും? നിങ്ങളുടെ പള്ളിയിൽ തന്നെ കാര്യം പറയും. നല്ല പങ്കാളുകളും ഞായറാഴ്ച ഒരു സഭായോഗത്തിൻ്റെ കാര്യം കൊണ്ട് ഒതുക്കുന്നവരല്ലേ. ബാക്കിയുള്ളവർക്ക് അതിന് സമയമുണ്ടോ? ഇല്ലല്ലോ.
ആ ഞായറാഴ്ച തന്നെ വരാതിരിക്കാൻ എന്ത് ഒഴിവ് കഴിവുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി, പ്രത്യേകിച്ച് കൊറോണ വന്നതോടെ. വർക്ക് ഫ്രം ഹോം സമ്പ്രദായമായി. അതുകൊണ്ട് വീട്ടിലിരുന്ന് ആരാധിക്കുന്ന സമ്പ്രദായവും ആയി. ആരാധനയൊന്നും ഉണ്ടാവില്ല, ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന സമ്പ്രദായം. അപ്പം ഇങ്ങനൊരു സ്ഥിതി, ഇന്നത്തെ ഡെവലപ്മെൻറ്റ്, ഇന്നത്തെ സംവിധാനം. ദൈവം പറയുന്നു, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. ദൈവം ന്യായം പറഞ്ഞ് ചോദിക്കുന്നു. നിങ്ങളിങ്ങനെ കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്നു, നിങ്ങൾക്ക് ആരാധനയ്ക്ക് വരാൻ സമയമില്ല, പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല, നിങ്ങൾക്കൊന്ന് ഉപവസിക്കാൻ നേരമില്ല, അങ്ങനെ നിങ്ങൾ ഭയങ്കര തിരക്കിലാണ്. ദൈവം ചോദിക്കുന്നു, ആകാശത്തിലെ പറവുകൾ നോക്കി, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. നിങ്ങൾ ചിലർ വീട്ടിൽ പക്ഷിയെ വളർത്തുന്നുണ്ടാവാം, കൂട്ടിലിട്ട് പക്ഷിയെ വളർത്തുന്നുണ്ടാവാം. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കൂട്ടിലിട്ട് തീറ്റയും കൊടുത്ത് ശ്രദ്ധിച്ച് വളർത്തുന്ന പക്ഷിക്കാണോ ആരോഗ്യം, അതോ ആരും തീറ്റ കൊടുക്കാതെ ഈ ആകാശത്തൂടെ പറക്കുന്ന പക്ഷിക്കാണോ ആരോഗ്യം? ഏതിനായിരിക്കും? അന്നല്ലോ, നിങ്ങൾ തീറ്റ കൊടുത്തില്ലല്ലോ. നിങ്ങൾ നെല്ലുണക്കാൻ മുറ്റത്തിട്ടത് വന്ന് തിന്നപ്പം നിങ്ങളെ ആട്ടി ഓടിച്ചു. പണ്ടേ വിത്ത് വിതച്ചൊരു കാലമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം വിത്ത് വിതച്ചും വെച്ച് ഇത് പ്രാവ് വന്ന് തിന്നാതിരിക്കാൻ നിങ്ങൾ ആളെ കാവലിരുത്തി. നിങ്ങൾ കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ട് പ്രാവെല്ലാം ചത്തുപോയോ? പ്രാവിൻ്റെ എല്ലാം ആരോഗ്യം തീർന്നോ? ദൈവം ചോദിക്കുന്നു, നിന്നോട് ഞാൻ കാളെ ചോദിക്കൂ? എനിക്ക് കാള വേണമെങ്കിൽ കാട്ടിൽ ഇഷ്ടം പോലെ കാള കിടക്കുന്നു. കാട്ടിലെ കാളയ്ക്കാണോ നിൻ്റെ കാളയ്ക്കാണോ ആരോഗ്യം? ആരോഗ്യം കാട്ടിലെ കാളയ്ക്കാണല്ലോ. അതിനെ പുലർത്താൻ ദൈവത്തിന് അറിയാമെങ്കിൽ. ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ പറഞ്ഞവരാണ്. ഞാൻ അവിടെ പറഞ്ഞ വാക്യം എല്ലാം കൂടെ വായിക്കാൻ സമയം എടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് കരുതി ഞാനങ്ങ് പറയുകയാണ്. ഇല്ലേ, വീട്ടിൽ പോയി സൗകര്യമായി വായിച്ചു നോക്കണം. അവയെ പുലർത്താൻ ദൈവത്തിന് അറിയാമെങ്കിൽ അല്പവിശ്വാസിയെ, നീ രക്ഷിക്കപ്പെട്ടെന്നല്ലേ പറയുന്നത്? ദൈവപൈതലാണെന്നല്ലേ പറയുന്നത്? അല്ലേ? ദൈവൻ്റെ അപ്പനാണെന്നും ഞാൻ ദൈവപൈതലാണെന്നും പറയുന്ന നിനക്ക് ആ അപ്പനെ വല്ലതും പരിചയമുണ്ടോ? നിങ്ങൾ അപ്പനും അമ്മയല്ലേ പലരും. നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങൾ തീറ്റി കൊടുക്കുന്നത് അവർ നിരത്ത് കിടന്ന് ഉരുണ്ട് നെഞ്ചത്തിടിച്ച് കരഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ കൊടുക്കുന്നത്? ആണോ? ആ കുട്ടിയുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുന്നത് കിടന്ന് കരഞ്ഞ് പിഴിഞ്ഞതിന് ശേഷമാണോ? അല്ലല്ലോ. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ നിങ്ങളുടെ മക്കളെ പുലർത്താൻ വേണ്ടിയല്ലേ? നിങ്ങൾ നല്ല പോലെ പണി ചെയ്യുന്നത് അതിനു വേണ്ടിയല്ലേ? വേണ്ടത്ര ആരോഗ്യം ഇല്ലാത്തപ്പോഴും ജോലിക്ക് പോയില്ലേ? ഇന്നത്തെ ലോകത്തിൽ പലരും ഡബിൾ ഡ്യൂട്ടി ചെയ്ത് മക്കളെ വളർത്താൻ പണി ചെയ്യുന്നില്ലേ? 16 മണിക്കൂർ പണി ചെയ്യുന്ന എന്തുമാത്രം നേഴ്സന്മാരുണ്ട്, എന്തുമാത്രം ഉദ്യോഗസ്ഥരുണ്ട്. എന്തോന്നിനെന്നേ മക്കളെ വളർത്താൻ, തിന്നാൻ, വീട് വെക്കാൻ ഇതെല്ലാം ചെയ്യുന്നവരോട് ദൈവം ചോദിക്കുന്നു, എന്നെ വിശ്വസിക്കാൻ നിനക്ക് മനസ്സില്ലല്ലേ? നിങ്ങളുടെ മക്കളെ പുലർത്തണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് പരിമിതിയുണ്ട്. നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടോ? പൈസ എല്ലാം ഇഷ്ടം പോലെ വെച്ചേക്കാണോ? അതെല്ലാം തീർന്നു പോകുന്ന സമയമില്ലേ? നിങ്ങളുടെ ബുദ്ധി ഭയങ്കര കൂടിയ ബുദ്ധിയാണോ? നിങ്ങളുടെ പിള്ളേരുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കറിയാവോ? പരിഹരിക്കാൻ എല്ലാം നിങ്ങളുടെ കഴിവുണ്ടോ? നിങ്ങളെല്ലാത്തിൻ്റെയും നഖമകൻ വിരലമർത്തിയാൽ എല്ലാം അവിടെ അമരുവോ? എന്നെ സംബന്ധിച്ച് ദൈവം പറയും, ഞാൻ അത്യുന്നതനായ ദൈവം, എനിക്കറിയാൻ മേലാത്ത ഒരു വകയില്ല. എൻ്റെ വിരലമർത്തിയാൽ അഖിലാണ്ടം മുഴുവൻ അവിടെ നിൽക്കും. അത്രയ്ക്ക് ബലമുള്ള എന്നെ വിശ്വസിച്ച് 33 വാക്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും തരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ മനസ്സില്ലാതെ, അതിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സില്ലാതെ രാവും പകലും നീ ഓട്ടമോടുന്നത് നിന്റെ ശരീരത്തിന് വേണ്ടിയല്ലേ? നിന്റെ ശരീരം ദൈവത്തിന് പ്രധാനം അല്ലെന്നോ? അതേന്നെ, നിങ്ങളുടെ ശരീരം ദൈവത്തിന് പ്രധാനം ആണ്. എന്നെ ദൈവം പുലർത്തും.
എന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരിക്കണം എന്നല്ല, പണി ചെയ്യണം, പണി ചെയ്യണം. പക്ഷെ അധികം പണി ചെയ്യരുത്. ദൈവത്തെ വിശ്വസിച്ച് ആരാധനയ്ക്കും പോയി ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്ന ജീവിതമാണ് ആത്മീയൻ്റെ ജീവിതം. മറ്റതിൻ്റെ പേര് ജഡം. ഈ വല്ലപ്പഴി യോഗത്തിന് വരുന്നവൻ്റെ പേര് ജഡം. ആത്മീയ കാര്യത്തിന് നേരമെടുക്കാതെ ഓടുന്ന ഓട്ടത്തിൻ്റെ പേര് ജഡം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, പക്ഷെ വേദപുസ്തകം പറയുന്ന പേര് അതാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നല്ലൊരു പങ്കാളുകൾ ആത്മജീവിതത്തിൽ തോറ്റിരിക്കുകയല്ലേ? ആണോ അല്ലയോ? ആണല്ലോ. സ്തോത്രം. പള്ളിയിലെല്ലാവരും നിങ്ങളെ അംഗീകരിക്കും. അങ്ങനത്തെ ഒരു പള്ളിയാണ് ഇന്നത്തെ സംവിധാനം. ഒത്തിരി ആത്മീയമല്ല ഇന്നത്തെ പള്ളിയുടെ സമ്പ്രദായങ്ങൾ. ഇങ്ങനെ കുറച്ച് ആളുകളുടെ ഒരു സംഘമാണ് ഇന്നത്തെ പള്ളി. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന പള്ളി ഇതല്ല. ദൈവം ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവാശ്രയം നിറഞ്ഞ ഒരു കൂട്ടം ആത്മീകരുടെ സംഘമാണ്. ജഡം ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഗലാത്യലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. റോമർ 8-ന്റെ 12-13 മുമ്പ് വായിച്ച വാക്യമാണ്. എന്നാലും ഗലാത്യർ 5-ന്റെ 16-17 ഒന്ന് വായിക്കാവോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. നോക്കാൻ പറയാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. ബാക്കി ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ആഹാ, തമ്മി വഴക്കാണ് ഇവർ തമ്മി. എന്താണ്? ജഡവും ആത്മാവും തമ്മിൽ സ്ഥിരം വഴക്കാണ്. അവർ തമ്മിൽ ചേരില്ല. അവർ വൈരുദ്ധ്യത്തിലാണ്. അപ്പൊ ഇവിടെ ജഡം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഈ ശരീരമല്ല. ശരീരം എന്നതിന് വേണ്ടി അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അല്ലാതെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ആത്മാവിനോട് പൊരുത്തപ്പെടാത്ത ശരീരം, ജഡം, അതൊരു പ്രകൃതമാണ്, അതൊരു സ്വഭാവമാണ്. അതിനെ വേണമെങ്കിൽ ആദാമ്യ പ്രകൃതി എന്ന് പറയാം. ആദ്യത്തെ മനുഷ്യൻ തോറ്റുപോയവനല്ലേ? മുമ്പേ പിശാച് വന്ന് കളിപ്പിച്ചപ്പോൾ തോറ്റുപോയവനല്ലേ? ഹിസ്റ്ററി, ചരിത്രം മൊത്തം തോൽവിയുടേതല്ലേ? അപ്പം അങ്ങനെ ആത്മാവിന് അല്ലെങ്കിൽ ദൈവാത്മാവിന് വിധേയപ്പെടാത്ത പ്രകൃതം, സ്വഭാവം എന്നാണ് ജഡം എന്നതിൻ്റെ മറ്റൊരർത്ഥം. അല്ല, റോമാലേഖനത്തിലെ വാക്യം ഒന്നുകൂടെ വായിക്കൂ. റോമർ 8-12-13. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഉറപ്പാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കുക. അപ്പൊ ഇവർ തമ്മിൽ എന്നും വഴക്കാണെന്ന് ഒന്നുകൂടെ പറയുന്നു. ആത്മസ്വഭാവവും ജഡസ്വഭാവവും തമ്മിൽ പൊരുത്തമില്ലാത്ത വൈരുദ്ധ്യത്തിലാണ്. കൂടുതൽ കാര്യം പിന്നെ പറയാം. അപ്പൊ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്ത സ്വഭാവം, പ്രകൃതം, ശരീരം, അവർക്ക് ഇതിൻ്റെ ശബ്ദമേ അറിയത്തുള്ളൂ. ഈ ശരീരത്തിൻ്റെ ശബ്ദം അറിയാം എന്ന് പറഞ്ഞാൽ ഈ തലച്ചോറ്, ഈ ബുദ്ധി, ഇത് പറയുന്നതെല്ലാം അവർക്ക് കേൾക്കാം. പക്ഷെ ദൈവം പറയുന്നവർക്ക് കേൾക്കാറില്ല. അല്ല, ഞാൻ ചോദിക്കുകയാണ്,
നിങ്ങൾക്ക് എത്ര പേർക്ക് കൃത്യമായി ദൈവശബ്ദം അറിയാം? ദൈവം സംസാരിക്കുന്ന അറിയാവുന്ന എത്ര പേരുണ്ട്? എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഒരു വലിയ പ്രസംഗി ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്, ഞാൻ ഇതുവരെ ദൈവശബ്ദം കേട്ടിട്ടില്ല. വലിയ പ്രസംഗിയാണ്, നേതാവാണ്. ഞാൻ ഇതുവരെ ദൈവശബ്ദം കേട്ടിട്ടില്ല എന്ന്. അദ്ദേഹത്തെ മാത്രം ഞാൻ പറയുന്നില്ല, ഒരുപാട് പേർക്ക് അത് തന്നെയാണ് സ്ഥിതി. ദൈവശബ്ദം എന്താണെന്ന് പരിചയമില്ല. ദൈവം അങ്ങ് ദൂരെ എവിടെ ഉള്ള ഒരാൾ, അതാണോ വാസ്തവത്തിൽ ദൈവശബ്ദം? വേദപുസ്തകത്തിൻ്റെ അലങ്കാര ഭാഷയിൽ പറഞ്ഞാൽ തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അതിലെ ഓരോരോ അവയവങ്ങളാണ് ഓരോ വിശ്വാസിയും. നിങ്ങളുടെ തലച്ചോറ് പറയുന്നത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അറിയില്ലേ? തലച്ചോറ് ഉറക്ക വർത്താനം പറയുമോ? ഇല്ലല്ലോ. തലച്ചോറ് പറയുന്ന ആശയങ്ങൾ അറിയാൻ മേലാത്ത ശരീരഭാഗം ഉണ്ടോ? ഇല്ലല്ലോ. ഈ വിരൽ അനങ്ങണമെങ്കിൽ തലച്ചോറ് പറഞ്ഞെങ്കിലല്ലേ ഈ വിരൽ അനങ്ങുള്ളൂ. അതുപോലെ ദൈവശബ്ദമുണ്ടെന്ന് നല്ലൊരു പങ്കാളുകൾക്ക് അറിയില്ല. അവരായിരിക്കുന്ന ആരെങ്കിലും പ്രവാചകൻ പറയുന്നതാണ് ദൈവശബ്ദം എന്നാണ്. ഓഫ് കോഴ്സ് പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നുള്ള ശരിയാണ്. പക്ഷെ വ്യക്തിപരമായി നിങ്ങളോട് ഇടപെട്ട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാറുണ്ടോ? ഉണ്ടോ? അവരാണ് ആത്മീയർ. ആ ശബ്ദം കേൾക്കാത്തവർ, അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ, നിങ്ങളുടെ തലച്ചോറ് പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ആ ജീവിതം, ഇനി അത് പറഞ്ഞാലും ആത്മാവ് പറഞ്ഞാൽ വിധേയപ്പെടില്ല. കാരണം ആത്മാവിൻ്റെ വഴിയെല്ലാം ഈ ജഡത്തിന് അങ്ങോട്ട് പിടിക്കുകയില്ല, ജഡത്തിന് ഇഷ്ടപ്പെടില്ല. യേശുവിൻ്റെ ഭാഷ, യേശുവിൻ്റെ പ്രസംഗം അന്നത്തെ ആത്മീയരെന്ന് നടിച്ചിരുന്ന യഹൂദ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. കാരണം യേശു പറഞ്ഞ സ്വർഗത്തിലെ കാര്യം, സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾ, അത് അവരുടെ ബുദ്ധിമണ്ഡലത്തിന് ചേരില്ല, അവരുടെ സംവിധാനങ്ങൾക്ക് ചേരില്ല. അങ്ങനെ മേലോക നിയമം പറഞ്ഞ യേശുവിൻ്റെ വചനം കൈക്കൊള്ളാൻ പാടാണ്. അല്ല, സത്യമായി യേശു പറഞ്ഞതെല്ലാം അതുപോലെ അനുസരിക്കാൻ ഇന്ന് നമ്മൾ തയ്യാറാണോ? സഭ തയ്യാറാണോ? അതിൻ്റെ പേര് ജഡം. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മശബ്ദം കേൾക്കാൻ തയ്യാറാവണം. അതിന് ആത്മമണ്ഡലത്തിൽ പോകണം. പിന്നെ കുറച്ചുകൂടെ അത് വിശദീകരിക്കാം. ആത്മമണ്ഡലത്തിൽ പോയെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ, ദൈവഹിതം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ഈ ജഡത്തിന് ചേരില്ല, ജഡം അതിനെ സമ്മതിച്ചു കൊടുക്കുകയില്ല. എന്നാൽ അങ്ങനെ വരുന്നിടത്ത് ജഡത്തെ കൊല്ലണമെന്ന് അതല്ല പറഞ്ഞിരിക്കുന്നത്. ജഡത്തെ കൊന്നിട്ട് അതിനെ ആധിപത്യം ഇല്ലാതാക്കിയിട്ട് ഇത് തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരെണ്ണമേ ജയിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ആത്മാവ് ജയിക്കും, ഇല്ലെങ്കിൽ ജഡം ജയിക്കും. നിങ്ങളിൽ എന്ത് ജയിക്കുന്നു എന്നുള്ളതിന് അടിസ്ഥാനത്തിലിരിക്കും നിങ്ങൾ ആത്മീയനാണോ ജഡീകനാണോ എന്ന് തീരുമാനിക്കുന്നത്. ആര് ജയിക്കും? അതാണ് രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ അർത്ഥം, ഇതിനോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, പക്ഷെ വളരെ ശക്തമായ ഒരു കാര്യമാണ്. ആ കാര്യം ഇപ്പം ജഡത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആദ്യം പറയുന്ന ചില വാക്കുകളുണ്ട്. ഗലാത്യലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് ആദ്യം തുടങ്ങുന്ന എന്താണെന്ന് നോക്കാം. കേൾക്കൂ. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. മൂന്ന് കാര്യം: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. ജഡത്തിൻ്റെ പ്രവൃത്തി. ഈ ശരീരത്തിനകത്ത് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. അത് തരുന്ന വിവരങ്ങൾ കൊണ്ട് അല്ലാതെയും ഇതിനകത്ത് കുറേ വികാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗികത. മനുഷ്യനുള്ളതാണ്. ദൈവം ലൈംഗികതയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആണിനെയും പെണ്ണിനെയും ദൈവം വേറെ വേറെ സൃഷ്ടിച്ചു. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ആഗ്രഹം കൊടുത്ത് ദൈവം സൃഷ്ടിച്ചു.
അങ്ങനെ ദൈവം ഉണ്ടാക്കിയത്. പക്ഷെ അതിന് അതിർവരമ്പുകൾ വെച്ചു, അതിന് നിയമങ്ങൾ വെച്ചു. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കൽപ്പന മാത്രമല്ല, ലോകത്തിലെ സാൻമാർഗികതയുടെ മാനദണ്ഡവും കൂടിയാണ്. അല്ല, വേദപുസ്തകം പറയുന്നത് മാത്രമല്ല. നാട്ടിലേക്ക് ഇറങ്ങണ ജാതി എന്തും ആവട്ടെ, ദുർനടപ്പും വ്യഭിചാരവും കൊണ്ട് നാട്ടിൽ ജീവിച്ചാൽ, അങ്ങനെ നിങ്ങൾ തോന്നിയ പോലെ ചെയ്താൽ വല്ലവരും തല്ലിക്കൊല്ലും, മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ. ഒരു പെണ്ണിനോട് ആഗ്രഹം തോന്നി, അല്ലെങ്കിൽ ഒരു ചെറുക്കനോട് ആഗ്രഹം തോന്നി, അതിൻ്റെ പുറകെ പോയാൽ തല്ലു വാങ്ങിക്കും. നിങ്ങൾ മൃഗമല്ല, മൃഗത്തിന് താവാം, മനുഷ്യനത് ആയിക്കൂടാ. ദൈവത്തിൻ്റെ കൽപ്പന, 7-ാം കൽപ്പന, പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. വ്യഭിചാരം ചെയ്യരുത്. ദൈവിക നിയമം, വ്യഭിചാരം ചെയ്യരുത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 18-ാം വാക്യം. ഇപ്പം ഞാൻ പറഞ്ഞ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ ലേഖനം, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം എന്നീ വാക്യങ്ങൾ പരിശോധിച്ചാൽ വിശ്വാസികളുടെ ഇടയിൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ഇക്കാര്യങ്ങൾ പേർ പറക പോലും അരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് കേൾവി പോലെ പോലും പാടില്ല എന്ന് വേദപുസ്തകത്തിൻ്റെ പ്രമാണം. ഓൾറൈറ്റ്, ഞാൻ ഒന്നുകൂടെ പറയുന്നു. ലൈംഗികത തെറ്റല്ല, ദൈവം നിയമിച്ചതാണ്, അത് നിവർത്തിക്കപ്പെടേണ്ടതാണ്. ദൈവം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും പറഞ്ഞത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീൻ. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരുഷന് ദൈവം സ്ത്രീയെ കൊടുത്തു, സ്ത്രീക്ക് പുരുഷനെ കിട്ടി. ദൈവനിയമം. ലോകം മൊത്തം അങ്ങനല്ലേ? എല്ലാ ജാതിയിലും മതത്തിലും എല്ലാ കുലത്തിലും എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയല്ലേ? ഒരു പുരുഷന് ഒരു സ്ത്രീ. ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അല്ല, ഒത്തിരി പേരെ ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ അഖിലാണ്ടത്തിൽ ഈ ആണിൻ്റെയും പെണ്ണിൻ്റെയും അനുപാതം നോക്കൂ. ബാക്കി ജന്തുക്കളെ പോലാണോ മനുഷ്യൻ? അല്ലല്ലോ. ഒരു പുരുഷൻ ഒരു സ്ത്രീ. ഈ ആണിനെയും പെണ്ണിനെയും ജനിപ്പിക്കാൻ അപ്പനും അമ്മയും വിചാരിച്ചാൽ ആണും പെണ്ണിഞ്ഞിരിക്കുമോ? നിങ്ങൾ തീരുമാനിക്കുകയാണ് എൻ്റെ അടുത്ത കൊച്ച് ആണ്, അടുത്ത കൊച്ച് പെണ്ണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പറ്റുമോ? പറ്റില്ലല്ലോ. ഡോക്ടർ വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ലല്ലോ. സൃഷ്ടികർത്താവിൻ്റെ പ്രക്രിയ മാത്രമല്ലേ അത്? വേറെ ഒരാൾക്കും അതിനകത്തൊരു കൈയില്ലല്ലോ. അപ്പം അങ്ങനെ ഈ സൃഷ്ടികർത്താവ് ഈ അഖിലാണ്ടം മുഴുവൻ ആളുകളെ ഉണ്ടാക്കി ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തെ ആൺ പെൺ അനുപാതം നോക്കൂ, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ ക്രമം. അപ്പം അങ്ങനെ സംവിധാനത്തിൽ ദൈവം ലോകത്തിലുണ്ടാക്കി. ലൈംഗികത തെറ്റാണെന്ന് വേദപുസ്തകം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അദ്ദേഹം കല്യാണം കഴിച്ചു, ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, മക്കളെ ജനിപ്പിച്ചു, ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ജീവനോടെ ദൈവം എടുത്തുകൊണ്ടു. കല്യാണം കഴിച്ചു, കുടുംബജീവിതം നയിച്ച്, മക്കളെയും ജനിപ്പിച്ച് ജീവിച്ചവനെ ജീവനോടെ എടുത്തുകൊണ്ടു. ലൈംഗിക ജീവിതം ആത്മീയതയ്ക്ക് ചേരുന്നതല്ല എന്നും കൂടിയ ആത്മീയത്തിന് ചേരുന്നതല്ലെന്നും പഠിപ്പിക്കുന്ന ക്രിസ്തീയ സമൂഹങ്ങളുമുണ്ട്. ബാക്കിയുള്ള സമൂഹങ്ങളുണ്ട്, ക്രിസ്തീയ സമൂഹങ്ങളുമുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും കൂടിയ ദൈവത്തിൻ്റെ ഇരിക്കൽ അടുത്ത് ചെല്ലേണ്ട ആൾ, ഏറ്റവും കൂടുതൽ വിശുദ്ധനായിരിക്കേണ്ട ആൾ മഹാപുരോഹിതനായിരുന്നു. ദൈവം ഇരിക്കുന്ന മുറി കയറി ചെല്ലേണ്ട ആൾ, വേറെ ആർക്കും അവിടെ കയറിക്കൂടാ. പക്ഷെ മഹാപുരോഹിതൻ കല്യാണം കഴിച്ച ആയിരിക്കണമായിരുന്നു. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 13-ാം വാക്യം. ആരെ കല്യാണം കഴിക്കണം? നിയമമുണ്ട്. കല്യാണം കഴിക്കണം. അദ്ദേഹത്തിൻ്റെ മകൻ വേണം അടുത്ത
മഹാപുരോഹിതനാവാൻ? പുതിയ നിയമത്തിൽ ബിഷപ്സ്, അധ്യക്ഷന്മാർ, 1 തിമോഥെയോസ് 3 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ബിഷപ്പ്, അധ്യക്ഷൻ, നിരപവാദ്യനായി ഏക ഭാര്യയുടെ ഭർത്താവും, പിന്നെ താഴോട്ട്, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. ആര്? ബിഷപ്പ്. അപ്പോഴാണ് ക്രിസ്തീയ സഭകൾ പറയുന്നത് ബിഷപ്പന്മാർ കല്യാണം കഴിക്കാൻ പാടില്ല. എവിടുന്ന് കിട്ടിയ പ്രമാണം? ഞാൻ പറഞ്ഞല്ലോ, മഹാപുരോഹിതനേക്കാൾ കൂടിയ ബിഷപ്പുണ്ടോ? ദൈവം, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം അക്ഷരാർത്ഥത്തിലിരിക്കുന്ന മുറി കയറി ചെല്ലേണ്ട മനുഷ്യൻ. അങ്ങനെ പല സഭകളുണ്ട്. ബിഷപ്പിന് മാത്രമല്ല, ശുശ്രൂഷകൻ കല്യാണം കഴിക്കാൻ പാടില്ലെന്നും കല്യാണം കഴിച്ചാൽ അശുദ്ധിയാണെന്നും വിശ്വസിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. അതിന് ഈ പുസ്തകം ഒരു തെളിവും തരില്ല, ഒറ്റ വാക്യവും തരില്ല. വിവാഹ ജീവിതം വിശുദ്ധമാണ്. നിങ്ങൾ മക്കളെ കെട്ടിക്കുന്നില്ലേ? മക്കളെ കെട്ടിച്ചിട്ട് പെട്ടും ചെറുക്കനും പിന്നെ ഒന്നിച്ച് താമസിക്കുകയില്ല, ഒരു കട്ടിലെ കിടക്കുകയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? എന്തോ കുഴപ്പമില്ലേ എന്നേരം? അല്ലെന്ന് ഞാൻ ഈ ലോകത്തിലെ കാര്യം ഇച്ചിരി പച്ച കളിച്ച് പറയുകയാണ്. അപ്പം അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നത് വിശുദ്ധമായിട്ടല്ലേ നിങ്ങൾ കരുതുന്നത്? അതിനകത്ത് എന്തെങ്കിലും അശുദ്ധിയുണ്ടോ? ഇല്ലല്ലോ. അതങ്ങനെ തന്നെയാണ് വേണം. എന്നാൽ അതിൻ്റെ തെറ്റായ ഉപയോഗം പാപമാണ്. ദൈവം വച്ച കൃത്യം നിയമങ്ങളുണ്ട്. ലേവ്യ പുസ്തകം 18 അധ്യായം, പഴയ നിയമം ശരിക്കും വായിച്ചു നോക്കണം കേട്ടോ. 20 അധ്യായം, ആവർത്തന പുസ്തകം 22 അധ്യായം. ഈ അധ്യായങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ ലൈംഗികതയുടെ നിയമങ്ങൾ വ്യക്തമായി ദൈവം പറഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിക്കുന്ന കാര്യം, ആരെ കല്യാണം കഴിക്കാം, ആരെ കല്യാണം കഴിച്ചുകൂടാ, ആരുമായി ശാരീരിക ബന്ധം ആവാം, ആരുമായി ശാരീരിക ബന്ധം അരുത്, കർശന നിയമം. ലേവ്യ 20 അധ്യായം വായിച്ചു നോക്കിയാൽ ആ നിയമം ലംഘിക്കുന്നവർക്ക് പഴയ നിയമ പ്രമാണം അനുസരിച്ചാണെങ്കിൽ വധശിക്ഷയാണ് കൊടുക്കേണ്ടത്. മിക്കതിനും കുച്ചിയാരിയല്ല, ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ലെന്നാണ്. ഇന്നിതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നൊരു കാലമല്ലേ? അങ്ങനെ സംഗതി വന്നാൽ അതൊക്കെ സാധാരണ കാര്യം. എന്നാൽ സ്ഥിതി വന്നില്ലേ? സഭകളിലും ഇഷ്ടംപോലില്ലേ? ഇല്ലെന്നോ? ഈവൻ ശുശ്രൂഷകരുടെ ഇല്ലേ? ഉണ്ടല്ലോ. ഞങ്ങൾ ഈ ആണ്ടിൽ തന്നെ പലരെയും പുറത്താക്കേണ്ടി വന്നു ഇക്കാര്യത്തിലും. ലോകം ഇതിന് കുത്തഴിച്ച് വിട്ട് ഇതിന് വലിയ തെറ്റല്ല എന്നാക്കിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുറം ലോകം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നിസ്സാരമായി കരുതി ജീവിക്കുന്ന ഒരു കാലം. പക്ഷേ അതിൻ്റെ പേര് പാപം, ജഡം. വേദപുസ്തകം ഡിമാൻഡ് ചെയ്യുന്നത് പഴയ നിയമത്തിലാണെങ്കിൽ കൊല്ലണം, ചിലതിനെയാണെ തീയിലിട്ട് ചൂട്ടുകൊള്ളണമെന്നാണ് ചില സ്പെഷ്യൽ കേസസ്. പുതിയ നിയമത്തിൽ വന്നാലോ നമുക്കിപ്പം ആരെയും തീയിലിട്ട് ചൂടാനുള്ള അവകാശമില്ല. നമ്മളെ അങ്ങനെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകും, അകത്തിടും. ശരിയാണ്. പക്ഷേ വ്യഭിചാരികൾ സ്വർഗരാജ്യം അവകാശമാക്കില്ല. സ്വർഗരാജ്യം അവർ അവകാശം ആക്കിയില്ല. അതാണ് ദൈവത്തിൻ്റെ നിയമം. സ്വർഗരാജ്യം അവകാശമാക്കിയില്ല പിന്നെ എങ്ങോട്ടാണ് പോന്നേ? പാതാളത്തിലോട്ട്. പാതാളത്തിൻ്റെ പേരെന്താണ്? രണ്ടാം മരണം. അപ്പം അവർ കിട്ടുന്നതാണ്.
ഇച്ചിരി തെളിച്ച് പറഞ്ഞാൽ, വിവാഹ ജീവിതത്തിന് പുറത്തുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും തെറ്റാണ്. വിവാഹം കഴിച്ചവർ മറ്റ് ബന്ധങ്ങളിലേക്ക് പോയാൽ അതും വ്യഭിചാരം എന്ന് പറയും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഇന്നത്തെ കാലമാണ്, പണ്ടത്തെ ലോകമല്ലല്ലോ നമ്മളിന്ന് ജീവിക്കുന്ന ലോകം. നേരത്തെ കാണുന്നു, വർത്താനം പറയുന്നു, കൂടെ പോകുന്നു, നടക്കുന്നു, എന്തൊന്നൊക്കെ ഇടപാടാണ്. ഇന്നത്തെ സംവിധാനങ്ങളും കൂടല്ലേ, ഫോണും ക്യാമറയും എല്ലാ സൂത്രവും. പിന്നെ കാണാം, വെറും കാണലും മാത്രമല്ല, അല്ലാത്ത കാണലും കാണാം. കൂടെ പോയി താമസിക്കുക. അങ്ങനത്തെ ഒരു ലോകം. ഇതിനൊക്കെ ഏതാണ്ട് തലകുലുക്കി കൊടുക്കുന്ന അപ്പനും അമ്മമാരും ഇന്ന്. എല്ലാവരും അല്ല കേട്ടോ, പലരും. ഞാൻ എപ്പോഴും ഈ കല്യാണം നടത്താനൊക്കെ പോകുന്ന ആളാണ്. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ഇത് ഈ കല്യാണം നടത്തി തന്നെ. കാരണം കല്യാണക്കുറിക്കകത്ത് വെച്ചിരിക്കുന്ന പെന്തിക്കോസുകാരുടെ പടം കാണുമ്പോഴാണ് സങ്കടം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടവും എല്ലാം കൂടെയാണ് എടുത്തു വെക്കുന്നത്. എല്ലാം അനുവദിച്ചു കൊടുത്തില്ലേ? നാണമുണ്ടോ അപ്പനും അമ്മയ്ക്കും? പെണ്ണും ചേർക്കും നാണമുണ്ടോ? ആർക്കെങ്കിലും നാണമുണ്ടോ? ഇല്ലല്ലോ. എന്തോന്നല്ലാണ് ഇന്ന് കാട്ടിക്കൂട്ടുന്നത്. ഓൾറൈറ്റ്. അതിനു മുമ്പുള്ള ലൈംഗിക ബന്ധം പാപം തന്നെ. ബാക്കി ജന്തുക്കളുമായുള്ള ലൈംഗിക ബന്ധവും പാപം തന്നെ. അങ്ങനെയുണ്ട് ലോകത്തിൽ, പണ്ടുകൊണ്ട് ഇന്നുമുണ്ട്. ഞാനീ പറയുന്ന എല്ലാം വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. ഓൾറൈറ്റ്. ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിച്ച് ജീവിക്കുന്നതും വേദപുസ്തക പ്രകാരം പാപമാണ്. ഇന്നത് പാപം അല്ലാതായി ലോകത്തിൽ. ഏതാണ്ട് 38 രാജ്യങ്ങൾ സ്വവർഗ വിവാഹം നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട്. 38 രാജ്യങ്ങൾ. ആണിനെ കിട്ടുന്നു, പെണ്ണിനെ കിട്ടുന്നു. അങ്ങനെയാണ് പോലും ചിലരെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ശാസ്ത്രം. അത് ഏറ്റവും നീചമായ പാപമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. മാത്രമല്ല, മത്തായി 5:27-30 വെച്ച് വായിച്ചാൽ, മോഹത്തോടെ ഒരു പുരുഷൻ ഒരന്യ സ്ത്രീയെ നോക്കിയാൽ അത് വ്യഭിചാരം ആയിക്കഴിഞ്ഞു. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവല്ലാത്ത ഒരുത്തനെ മോഹത്തോടെ നോക്കിയാൽ അതും വ്യഭിചാരമായി. പഴയ നിയമത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇല്ല എന്ന് പറയാമോ? കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10 കൽപ്പനകളിലെ ഒരു കൽപ്പനയാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ ആ മോഹം വ്യഭിചാരമായി. അന്യ സ്ത്രീയോട് തോന്നുന്ന ആഗ്രഹം വ്യഭിചാരമായി. വേറെ ആരും അറിഞ്ഞില്ലായിരിക്കാം, പക്ഷെ ദൈവം അറിഞ്ഞു. ദൈവം കണക്ക് കൂട്ടി. ഇന്നത്തെ ലോകത്തിൽ ഇതിനോടനുബന്ധിച്ച് എത്ര തിന്മകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ മീഡിയയും ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും വന്നതോടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന എന്തുമാത്രം സംഗതികൾ. വീഡിയോയിൽ കയറുക, ഇല്ല നഗ്നതയാ കാണാൻ ആവശ്യപ്പെടുന്നു, കാണിക്കുന്നു. വ്യാപകം. അല്ല, ലോകത്തിൽ എത്രയോ പേരുടെ നഗ്നത കാണാം. അതിനകത്തോട്ട് കയറിയാൽ മതി. ഇതിനകത്ത് പ്രായമുള്ളവരും കയറുന്നു, ചെറുപ്പക്കാർ കയറുന്നു, ഇഷ്ടം പോലെ. മുറിക്കകത്ത് അധിക സമയം ഓൺലൈനിൽ ചെലവഴിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം. അത്യാവശ്യത്തിന് ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം വേണം. എനിക്കും അത്യാവശ്യമുണ്ട്.
എൻ്റെയും പണി ചെയ്യണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല, പണ്ടത്തെ സംവിധാനത്തിൽ പറ്റില്ല. പക്ഷേ പലരുടെയും ജീവിതം ഇതോടെ തകർന്നു. കുടുംബത്തോട് അവിശ്വസ്തത കാണിച്ചു, മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നു, സ്വഭാവം വികലമായി, കുടുംബം നശിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന കാര്യം. ഞാൻ ഒന്നര പറയുന്നത്, ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഗൗരവമല്ലാത്തൊരു കാര്യം. പക്ഷെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. നിങ്ങളുടെ ആത്മാവ് ചത്തു. ഇത് ചെയ്യുന്ന ആരുടെയും ആത്മാവ് നിർജീവമാണ്. പാട്ടും പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കില്ല. അതൊക്കെ വെറും മനുഷ്യനെ കളിപ്പിക്കാനുള്ള നിങ്ങളുടെ അടവ് മാത്രമാണ്. ശരിക്കും സ്വന്തം ജീവിതം വിശുദ്ധമായി കാക്കുന്നവനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അല്ലാതെ പാപിക്ക് തൻ്റെ പാപമിട്ട് കളിക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ സഭ. പലതും ചെയ്തിട്ട് പാടാൻ വരും, ആടാൻ വരും, പ്രസംഗിക്കാൻ വരും. ഇതൊക്കെ പ്രസംഗിക്കുന്നവനും പാടുന്നവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറാൻ യോഗ്യനല്ല എന്ന് ഈ വേദപുസ്തകം തെളിച്ച് പറയും. അങ്ങനെയുള്ള പാപികളല്ല ആരാധന നയിക്കാൻ വരേണ്ടത്, പാടാൻ വരേണ്ടത്, മ്യൂസിക് പ്ലേ ചെയ്യാൻ വരേണ്ടത്. പ്രസംഗപീഠം തൊടുന്നവൻ വിശുദ്ധനായിരിക്കണം, അല്ലാത്തവന് പ്രസംഗപീഠത്തിൽ കയറാനുള്ള അവകാശം ഇല്ല. ഇത് അത്യുന്നത ദൈവത്തിൻ്റെ പരിശുദ്ധ സേവയാണ് എന്ന് ഏത് വിശ്വാസിയും അറിഞ്ഞിരിക്കണം. ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. ആരാണെങ്കിലും, നിങ്ങളുടെ മക്കളാണെങ്കിലും ശരി, ആരുമായിക്കൊള്ളട്ടെ, ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. വലിയ ഗൗരവമായ പാപമാണ്, മരണകരമായ പാപമാണ് വ്യഭിചാരം എന്ന് എല്ലാവരും അറിയണം. സ്തോത്രം. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയാം. കുറച്ച് പേര് നേരെ ചൊവ്വ തുണി ഉടുക്കാതെ, തുണി ഉടുത്തെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാലും പരമാവധി നഗ്നത പ്രദർശിപ്പിക്കത്തക്കവണ്ണം തുണി ഉടുത്തുകൊണ്ട് നടക്കുന്നില്ലേ? ഒരു ദിവസം ഒരു ഷോപ്പിംഗ് മാളിൽ ഇടത്തോടെ പോയപ്പോഴും വെച്ചിരിക്കുന്നത് സെക്സി ജീൻസ്. ആ ജീൻസ് ഇട്ടാൽ സെക്സിയാണ്, ലൈംഗികതയാണ്. അല്ല, അങ്ങനെ തുണിയല്ലേ ഒത്തിരി പേർക്ക് വേണ്ടിയത്. അപ്പം ഇന്നത്തെ കാലത്ത് കടയിൽ അതേ കിട്ടുള്ളൂ പോലും. അങ്ങനെയൊക്കെയാണ് വാദം. ഇന്നത്തെ കാലത്ത് കടയിൽ അതേ കിട്ടുള്ളൂ. പക്ഷെ തയ്യക്കാരുണ്ടെന്നറിയാമോ? നമ്മുടെ രാജ്യത്ത് തയ്യക്കാരുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ തുണി തയ്ച്ചു തരാനുള്ള തയ്യക്കാരുണ്ട്. കടയിൽ കിട്ടുന്ന വാങ്ങിക്കാവുന്ന നിർബന്ധം വല്ലതും. പിള്ളേർക്ക് വൃത്തികെട്ട തുണി വാങ്ങിച്ചു കൊടുക്കുന്ന അപ്പനും അമ്മയില്ലേ? ഇല്ലേ? നിങ്ങളുടെ കൊച്ചിലെ പഠിപ്പിച്ചില്ലേ? ആ കൊച്ചു വളർന്നു വരുമ്പോൾ എന്താ കാണിക്കണം? അങ്ങനെ ചെയ്യുന്നവർ തങ്ങളുടെ ലൈംഗികത പ്രദർശിപ്പിച്ച് മറ്റുള്ള പുരുഷന്മാരുടെ ഓപ്പോസിറ്റ് സെക്സിൻ്റെ വികാരം ഇളക്കുകയല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതിനല്ലേ ചെയ്യുന്നത്? അല്ല പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ നഗ്നത നിങ്ങളുടെ ഭർത്താവിനുള്ളതാണ്, അല്ലെ നിങ്ങളുടെ ഭാര്യയ്ക്കുള്ളതാണ്, വേറെ ആർക്കും ഉള്ളതല്ല. അതവിടെയാണ് പവിത്രം. ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അങ്ങനെ കാണിക്കണം, പുരുഷന്മാർക്കും. ഒന്നുകൂടെ എടുത്തു പറയുന്നു, നിന്റെ ഭാര്യയുടെ നഗ്നത നിനക്കുള്ളതാണ്, അത് പൊതുലോകത്തിൽ പ്രദർശിപ്പിക്കാനുള്ളത് അല്ല എന്നറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പുതിയ നിയമം പറയുന്നത്. പഴയ നിയമം പറയും യോഗ്യമായി വസ്ത്രം ധരിച്ച് ദൈവമക്കൾ ജീവിക്കണം. പള്ളിയിൽ വരുന്നതും യോഗ്യമായി വസ്ത്രം ധരിക്കണം, സ്കൂളിൽ പോകുമ്പോഴും യോഗ്യമായി വസ്ത്രം ധരിക്കണം. എവിടെയും യോഗ്യമായി വസ്ത്രം ധരിച്ച് നഗ്നത മറച്ച് ആരെയും വികാരത്തിന് അടിമപ്പെടുത്താതെ യോഗ്യമായി ജീവിക്കണം. ഇതെവിടുന്ന് വന്നു? ജഡം. ഒന്നുകൂടെ പറഞ്ഞു, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും നിശ്ചയം. നിങ്ങളുടെ ആത്മമരണത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ വിപത്ത് വന്നത് ഈ പാപനിമിത്തമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഭൂമിയിൽ ആദ്യത്തെ ജലപ്രളയം ഉണ്ടായത് മനുഷ്യൻ തോന്നിയതുപോലെ ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചതുകൊണ്ടാണ്. ഓർഡറിന് തോന്നുന്നതിനെ കല്യാണം കഴിക്കും.
വേറെ ഭാര്യയാണ്, ഒന്നും അവിടുത്തെ പ്രശ്നമല്ല. അതാണ് ജലപ്രളയം ഉണ്ടാകാൻ കാരണം. നോഹയുടെ കാലത്തെ സോദമും ഗൊമോറയും നശിക്കാനുള്ള കാരണം ഉൽപ്പത്തി 18:20 മുതൽ 21 വരെ. അവിടുത്തെ കൃത്യം വിവരം പറഞ്ഞാൽ സ്വവർഗ വിവാഹം കൊണ്ടാണ് ആ ന്യായവിധി ഉണ്ടാകാൻ കാരണം. ഇസ്രയേലിൽ ഒരു ദിവസം 24,000 പേരെ ബാധ വന്നു കൊന്നു. സംഖ്യാപുസ്തകം 25-ാം അധ്യായം. മേജർ കലാമിറ്റീസാണ് ഞാൻ പറയുന്നത്. വലിയ വലിയ എന്താണ് പറയുന്നതിന്, ക്ഷോഭം, കലാമിറ്റി എന്നുള്ളതിന് പ്രകൃതിക്ഷോഭമെന്നോ അല്ലെങ്കിൽ ദുരന്തങ്ങൾ. താങ്ക് യു. ദുരന്തങ്ങൾ. സംഖ്യ 25-1 മുതൽ 9 വരെ. അവിടെ എന്താ സംഭവം എന്നറിയാം? ദൈവജനത്തെ തോൽപ്പിക്കാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു കൊടുത്തതാണ്. പറഞ്ഞു കൊടുത്ത വഴി രണ്ടാണ്. അതിൽ ഒരു വഴി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പെൺപിള്ളേരെ അണിച്ചൊരുക്കി നിർത്തിയേക്കണം. ആരെങ്കിലും വന്ന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ വിട്ടേക്കണം. ഇവൾ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവം അവരെ നശിപ്പിച്ചോളും. ഇതാണ് ബിലയാം പറഞ്ഞു കൊടുത്ത ഉപദേശം. ഒറ്റ ദിവസം കൊണ്ട് 24,000 പേരെയാണ് കൊന്നത് ബാധ. അപ്പം നോക്കൂ, ലോകത്തിലെ പ്രധാനപ്പെട്ട ദുരന്തങ്ങളുടെ കാരണം വ്യഭിചാരമായിരുന്നു, ദുർനടപ്പായിരുന്നു. നിസ്സാരമായി കരുതരുത്, ഗൗരവമാണ്. എവിടെ വീഴ്ച ഭവിച്ചോ അവിടുന്ന് കരകയറിക്കണം. മുങ്ങിത്താഴുന്നതിന് മുമ്പ് കരകയറിക്കണം. അതിന് ദൈവശക്തിക്ക് അന്വേഷിച്ച് പോകണം. ആരെങ്കിലും അറിഞ്ഞതാവാം, അറിയാത്തതാവാം. പക്ഷെ നിങ്ങൾക്കറിയാം. രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ വാക്യം ഒന്നുകൂടെ പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും നിശ്ചയം. പാതാളമായിരിക്കും നിങ്ങളുടെ ഓഹരി. നോ വേ ഔട്ട്. അടുത്തത് റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം. 8-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം. 8-ാം വാക്യം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. എന്താണ് ആ വാക്യം വായിച്ചത്? കേട്ടോ, ആദ്യത്തെ വാക്യത്തിൽ അങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയത്തുമില്ല. അപ്പൊ എവിടെ ചിന്ത? മൈൻഡ്, ബുദ്ധി. ജഡം എന്നതിന്റെ മറ്റൊരർത്ഥമാണ് ദൈവത്തിന് കീഴ്പ്പെടാത്ത മനസ്സ്. മനസ്സ് പ്രധാനമാണല്ലോ, മറ്റേ ശരീരത്തിൻ്റെ കാര്യം. ഇത് മനസ്സ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു ഭാഗം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻ്റലക്ച്വലിസം എന്ന് പറയാം. എന്താണ് ഇൻ്റലക്ച്വലിസം എന്ന് പറഞ്ഞാൽ? ഭൗതിക, വലിയ ബുദ്ധിയുള്ള ആളാണ്, ഭയങ്കര ബുദ്ധിയാണ്, ബുദ്ധിജീവി. അപ്പം അവർക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ പറ്റില്ല. എന്നുവെച്ചാൽ വേദപുസ്തകം അദ്ദേഹത്തിന് ഭോഷത്വമാണ്. വേദപുസ്തകം പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതിപ്പോൾ കൂടുതൽ പഠിച്ചാൽ പലർക്കും ഉണ്ടാകുന്ന സുഖമാണ്. ഈവൻ ബൈബിൾ സ്കൂളിൽ കൂടുതൽ പഠിച്ചാലും കുറേ പേർക്കുണ്ടാകുന്ന പ്രശ്നമാണ്. കൂടുതൽ പഠിച്ചു പോകുമ്പോൾ പിന്നെ വേദപുസ്തകം കൃത്യം അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം വിമർശിച്ചു മാത്രമേ പഠിക്കാവൂ. അപ്പം അതങ്ങനല്ല, ഇതിങ്ങനല്ല എന്നായി. അങ്ങനെ വരുമ്പോൾ അവരുടെ ബുദ്ധിക്ക് ചേരുന്നത് മാത്രമേ അവർ അംഗീകരിക്കൂ. അവരുടെ ബുദ്ധിക്ക് നിരക്കുന്നത് മാത്രമേ അംഗീകരിക്കൂ. അവരുടെ തലയിൽ കയറുന്നത് മാത്രമേ അംഗീകരിക്കൂ. ബാക്കിയുള്ളതൊന്നും അംഗീകരിക്കില്ല. അവർക്ക് മനസ്സിലായിട്ടുള്ളത്, അവർക്കുള്ളത് അത്രേ അംഗീകരിക്കും. ബാക്കിയൊന്നും അംഗീകരിക്കില്ല. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ദൈവത്തെ മൊത്തം അറിയാവുന്ന ആരെങ്കിലും ഭൂമിയിലുണ്ടോ?
അങ്ങനെ ദൈവത്തെ മൊത്തം അറിയാൻ പറ്റുമോ? അല്ല, ദൈവത്തെ അല്ല, ഭൂമിയിൽ എത്ര കാര്യം നിങ്ങൾക്കറിയാം? വലിയ മുടുക്കനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ എത്ര കാര്യം അറിയാം? അല്ല, ഭൂമിയിലെ ഒരു കൂടിയ പഠിത്തം എന്ന് പറയുന്നത് PhD എന്ന് പറയുന്നതല്ലേ? ഒരാൾ PhD പഠിക്കുന്നു. PhD പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം അറിയാവുന്നതാണോ അതിൻ്റെ അർത്ഥം? അല്ലല്ലോ. ഏതോ ഒരു പ്രത്യേക വിഭാഗത്തിൽ അതിൻ്റെ ഒരു സ്വല്പം ഭാഗമാണ് PhD-കാരൻ പഠിച്ചത്. ഇപ്പോൾ തിയോളജി PhD എടുത്തത്, തിയോളജി മൊത്തം PhD എടുത്ത ആൾക്കറിയാവുന്നതാണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹം അതിൻ്റെ ഏതോ ഒരു വിഭാഗമാണ് എടുത്ത് പഠിച്ചത്. അല്ലാതെ ഒരു വിഭാഗം ഇട്ടുള്ളൂ ഞാൻ തിയോളജിനാണ്, ഞാൻ എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയില്ല എന്നുള്ളതാണ് സത്യം. അല്ല, PhD എന്ന് പറയുന്ന ഒരു ഗവേഷണ വിഭാഗമല്ലേ? എന്താണ് ഗവേഷണം? ദൈവമുണ്ടാക്കിയ ഈ അഖിലാണ്ടം, ദൈവമുണ്ടാക്കിയ വചനം, ഇതിനെ ഗവേഷണം നടത്തുന്നവനാണ് PhD-കാരൻ. അപ്പോൾ ഉണ്ടാക്കിയ ദൈവമാണോ കൂടിയ ആള്, അതോ ഗവേഷണം നടത്തുന്ന പുള്ളിയാണോ കൂടിയ ആള്? ഈ ഭൂമിയെ മൊത്തം പഠിച്ച ഒരാൾ അഖിലാണ്ടത്തിലുണ്ടോ? അല്ല, ഭൂമി അങ്ങ് വിട്, ഈ ശരീരത്തിൻ്റെ കാര്യം വിട്. നമ്മുടെ ഈ ശരീരം, മെഡിക്കൽ ഡോക്ടേഴ്സ് ഇത് പഠിക്കുന്ന ആളുകളാണ്. ചില തലയുള്ളവരാണ് മെഡിക്കൽ ഡോക്ടേഴ്സായിട്ട് പോകേണ്ടതും. അങ്ങനെയുള്ളവർക്ക് റാങ്ക് അനുസരിച്ച് കിട്ടത്തുള്ളൂ, അല്ല പിന്നെ പൈസ കൊടുത്തൊക്കെ പഠിക്കാം. അങ്ങനെ തലയുള്ളവൻ പഠിച്ചാൽ, എൻ്റെ ഭാഷയ്ക്ക് പറയുകയാണ്, കണ്ണ് നോക്കുന്നവന് പല്ലും കൂടെ നോക്കാൻ അറിയാമോ? അറിയാമോ? മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന ഭാഷ? അറിയാമോ? അറിയത്തില്ലല്ലോ. അപ്പം പല്ല് നോക്കുന്നവന് എല്ലും കൂടെ നോക്കാൻ അറിയാമോ? അറിയില്ല. എല്ല് നോക്കുന്നവന് ഞരമ്പും കൂടെ നോക്കാൻ അറിയാമോ? അറിയില്ല. അയാൾക്ക് കിഡ്നിയും കൂടെ നോക്കാൻ അറിയാമോ? അറിയില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഈ ശരീരത്തെ പഠിക്കണമെങ്കിൽ എത്ര വിദഗ്ധന്മാർ വേണം? ഈ ശരീരം മൊത്തം പഠിച്ച ഒരു വിദഗ്ധൻ ഭൂമിയിൽ ഇല്ലല്ലോ. അപ്പോഴാണോ പിന്നെ ദൈവം ഉണ്ടാക്കിയ ലോകം മൊത്തം അറിയാമെന്നും ദൈവം ഉണ്ടാക്കിയ വചനം മൊത്തം അറിയാമെന്നും ഒരാൾ ധരിച്ച് അയാൾക്ക് മനസ്സിലാകുന്നത് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ചേരില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻ്റലക്ച്വലിസം. കുറേ ആളുകളുണ്ട്, കുറേ പഠിച്ച ആളുകളുണ്ട്, ഒത്തിരി എണ്ണത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസംഗിച്ചാൽ ഇങ്ങനെ ഇരിപ്പിരിക്കും, തുറിച്ചു നോക്കിയിരിക്കും. PhD പഠിച്ചിട്ട് വന്നിരിക്കുക. വലിയ പഠിത്തമൊന്നും ഇല്ലാത്ത ചിലരും ഇങ്ങനെ ഇരിക്കും. ബൈബിൾ സ്കൂളിൽ പഠിച്ച ആര് പ്രസംഗിച്ചാലും ഇങ്ങനെ ഇരിപ്പിലാണ്. ഇയാളെ പ്രസംഗിക്കുമ്പോൾ മാത്രം ഇയാൾക്ക് അങ്ങ് ആവേശമാണ്, ബാക്കിയുള്ളവർ ഇങ്ങനെ തുറിച്ചൊരു നോട്ടം. നീ ജഡം, നിന്റെ ബുദ്ധി ആ വചനത്തിന് കീഴ്പ്പെടില്ല. ആരോ പ്രസംഗിക്കട്ടെ. ഒരു ദിവസം എനിക്കൊരു ഓർമ്മയുണ്ട്, ഞാനും ഒരു യോഗത്തിനെ സംബന്ധിച്ചൊരു യോഗത്തിൽ ഒരു വയസ്സിൽ നിന്നൊരു മനുഷ്യൻ, അങ്ങർക്ക് വലിയ പ്രസംഗമൊന്നും അറിയില്ലാന്നേ, ദൈവശാസ്ത്രം പ്രസംഗിക്കാനോ വിഷയം വെച്ച് പ്രസംഗിക്കാനോ ഈ പുള്ളിക്കറിയില്ല. പുള്ളി എഴുന്നേറ്റ് നിന്ന് കുറച്ച് 2-3 വാക്യം പറഞ്ഞു. ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീ പിറ്റേ ആഴ്ച സാക്ഷി പറയുന്നു, ദൈവം അതിലൂടെ എന്നോട് സംസാരിച്ചത്. ദൈവം സംസാരിക്കാൻ ഇവിടുത്തെ വിദഗ്ധൻ്റെ വൈദഗ്ധ്യമാണോ കാരണം? അയാളുടെ ബുദ്ധി വൈഭവമാണോ കാരണം? ദൈവത്തിൻ്റെ വചനം വെറും പാവപ്പെട്ടവൻ വിളിച്ചു പറഞ്ഞാൽ, വ്യാഖ്യാനിക്കാൻ അറിയാൻ മേലാത്തവൻ വിളിച്ചു പറഞ്ഞാൽ, അതിനകത്തുകൂടെ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നതാണ് പരിശുദ്ധ വചനം എന്നറിയണം. അപ്പം പിന്നെ തുറിച്ചു നോക്കിയിരിക്കുന്ന ഇവരുടെ പേര് ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടാത്ത ബുദ്ധിജീവി. വചനത്തിന് കീഴ്പ്പെടില്ല. അയാളുടെ പേര് ജഡം. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ തലമണ്ടയ്ക്കകത്തുള്ള വേറൊരു പ്രശ്നമാണ്. ഇതിനെ അടങ്ങിയിരിക്കാൻ അറിയില്ല. ഇതിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കും. കണ്ട കാട്ടി മുഴുവൻ കയറും. നാടൻ മലയാളത്തിൽ പറയാം, കാട് കയറും. ആ കാട് കയറുന്നത് വലിയ കുഴപ്പമാണ്. അതല്ലേ മത്തായി 5:27-30 വരെ പറഞ്ഞത്?
മോഹം ഉണ്ടാകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവരെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നു, അവളെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇവളെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇനി ആ കണ്ട പടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതെല്ലാം കൂടെ ചിന്തിച്ചു വരുമ്പോൾ കാട് കയറുന്ന തല കലങ്ങി മറിയുന്ന കടൽ പോലെ ജീവിതം വഷളാക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കണോ? ബുദ്ധിയെയും ചിന്തയെയും പിടിച്ചു നിർത്താൻ കഴിവുവേണം, നിയന്ത്രിക്കാൻ കഴിവുവേണം. കാട് കയറാനുള്ളതല്ല തലമണ്ട. ചിന്തിക്കേണ്ടത് ചിന്തിക്കുകയും ചിന്തിക്കരുതാത്തത് തള്ളുകയും ചെയ്യേണ്ടതാണ്. അതിനോട് ചേർന്നതാണ് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയം കാണുന്ന എല്ലാം അനുസരിച്ച് ജീവിക്കാനുള്ളതല്ല. പഞ്ചേന്ദ്രിയത്തിൻ്റെ സംവിധാനം തന്നെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. പഞ്ചേന്ദ്രിയത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്, പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കണ്ണ് വന്നിരിക്കുന്നത് എന്തിനാ? ഭൂമിയിലുള്ള എല്ലാം കാണാൻ വേണ്ടിയാണോ? അല്ലല്ലോ. അവനവന് കാണേണ്ടത്, ഗുണം വരുത്തുന്നത് കാണാനും അല്ലാത്തത് ഒഴിവാക്കാനും അല്ലേ കണ്ണ് വന്നിരിക്കുന്നത്? അല്ലേ? പാമ്പിനെ കണ്ടു, അതിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടാനാണോ കണ്ണ് തന്നത്? ഒരു കുഴി കണ്ടു, അതിനകത്ത് ചാടാനാണോ കണ്ണ് തന്നത്? തനിക്ക് കേടുവരുത്തുന്നതിനെ ഒഴിവാക്കാനാണ് പഞ്ചേന്ദ്രിയം തന്നിരിക്കുന്നത്. നാക്കിന് ഈ രുചിയും സൗകര്യങ്ങളും തന്നിരിക്കുന്നത് തിളച്ച വെള്ളം എടുത്ത് നാക്കിലോട്ട് ഒഴിച്ചാൽ നാക്ക് പൊള്ളും, അപ്പം തുപ്പിക്കളയാൻ വേണ്ടിയാണ്. അല്ല, അടുത്ത് അങ്ങ് ഒഴിച്ചു പോയാൽ ആകും വേവത്തില്ലേ? ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങളുടെ ഗുണത്തിന്, നമ്മുടെ ഗുണത്തിനാണ് ദൈവം പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എനിക്ക് ചേരുന്നത്, എനിക്ക് ജീവന് ചേരുന്നത് എടുക്കുകയും ജീവന് ചേരാത്തത് തള്ളുകയും ചെയ്യണം എന്നാണ് പഞ്ചേന്ദ്രിയത്തിൻ്റെ തത്വം. അല്ലാതെ ഏതാണ്ടൊക്കെ കണ്ടുകളയാങ്ങ്. ചിലക്ക് രാത്രി ഉറക്കമില്ലല്ലോ, കണ്ടിരിക്കുകയല്ലേ. സമയത്ത് കിടന്നുറങ്ങണം. ആവശ്യത്തിനുള്ള കാര്യം മാത്രമേ കാണാവൂ. നിങ്ങളുടെ ഫോൺ സൂക്ഷിക്കണം, നിങ്ങളുടെ കമ്പ്യൂട്ടർ സൂക്ഷിക്കണം, നിന്റെ ഇന്നത്തെ മോഡേൺ ഡിവൈസസ് മുഴുവൻ സൂക്ഷിക്കണം. ആത്മാവിനെ കൊല്ലുന്ന സാധനങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അതിലെ സാധനത്തെ തൊട്ടുപോകരുത്. അവനാണ് ആത്മീയൻ. എൻ്റെ പ്രസംഗിച്ചിട്ട് കട്ടിയാണ്, പക്ഷേ ഈ കട്ടിക്കാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റില്ല, ഇത് ലൂസാക്കാൻ പറ്റില്ല. കാരണം വചനം ഒന്നുകൂടെ ഞാൻ പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. വാട്ട് യു വാണ്ട്? എന്ത് വേണം? ജീവിക്കണോ മരിക്കണോ? ചത്ത ആത്മീയ ജീവിതം വേണോ? കുറെ പേർക്ക് ചാവാറായി. ഓർമ്മയില്ലേ സർദീസിലെ സഭയോട് പറഞ്ഞത്? ചാവാറായി, പലതും ചത്തു, സ്വല്പമൊക്കെ ഉണ്ട്. വേഗം രക്ഷപ്പെട്ടണം, അല്ലെങ്കിൽ ബാക്കി കൂടെ ചാവും. ആത്മജീവനില്ലാതെ ഇതിൻ്റെ എല്ലാം പുറകെ പോകുന്നവരുണ്ട്. പെട്ടെന്ന് കരകയറിക്കോണം. മറുപടി എന്താണെന്നറിയോ? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശരീരം സത്യമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. റോമാലേഖനം 7-ാം അധ്യായം, അയ്യോ അരിഷ്ട മനുഷ്യൻ ഞാൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല, ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്തു പോകുന്നു എന്നുള്ള നിലവിളി. പരിഹാരം വേണ്ടേ? ഇത് ജഡത്തിൽ കിടക്കുന്ന പ്രശ്നമാണെന്നേ, ഇത് പുറത്തല്ല, ഇതിനകത്തുള്ളതാണ്. എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണിത്. പക്ഷേ അതിൻ്റെ മേൽ നിയന്ത്രണം എടുക്കുന്ന ജീവിതമാണ് ആത്മീക ജീവിതം. അല്ലാതെ ഇതിൻ്റെ അകത്തെ വികാരങ്ങൾക്ക് അധീനപ്പെട്ട് ജീവിക്കുന്നവൻ ആത്മീകനല്ല.
അവന് സ്വർഗരാജ്യത്തിപ്പാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പിശാച് തോപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പിശാച് തോപ്പിച്ചിട്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരോടും ദൈവത്തിന് പറയാനുള്ളത്, വേഗം രക്ഷപ്പെടണം, അയാളുടെ പിടിന്ന് പുറത്തു വരണം, ഒട്ടും താമസിക്കരുത്. അതിന് എന്താണ്? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ഇതിൻ്റെ ബാക്കി ഒത്തിരി ഉണ്ട്, അതെല്ലാം ഞാൻ പറയാൻ പോകുന്നില്ല. നാളെ രാത്രി എങ്ങനെയാണ് ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിൽ മരിപ്പിക്കുന്നത് എന്നതിന് അല്പം വിശദീകരിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ ഈ പ്രശ്നം മേജറാണ്, വലിയ പ്രശ്നമാണ്, ലോകവ്യാപകമായ പ്രശ്നമാണ്, എല്ലാ പ്രായക്കാരുടെയും പ്രശ്നമാണ്, ചെറുപ്പക്കാരുടെ മാത്രമൊന്നുമല്ല, വല്യപ്പന്മാരുടെയും പ്രശ്നമാണ്, വല്യമ്മമാരുടെയും പ്രശ്നമാണ്. ഈ പ്രശ്നമില്ലാത്ത മനുഷ്യർ ഭൂമിയിൽ ഇല്ല. എന്നാൽ അതിനെ ജയിച്ച് ജീവിക്കുന്നതാണ് അസൽ ജീവിതം. നാളെ പ്രാർത്ഥനയോടെ വരൂ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാം. ഇന്ന് രാത്രി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, കർത്താവേ എനിക്ക് ജയം വേണം എന്നൊന്ന് പറഞ്ഞിട്ട് പോ. കാരണം ഭയങ്കര അപകടമാണ് ആ വാക്യം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആ വാക്ക് കേട്ടിട്ട് പോകൂ, അന്തരംഗത്തിൽ കുത്തുകൊണ്ടിട്ട് പോകൂ. എങ്ങനെങ്കിലും എനിക്ക് രക്ഷപ്പെടണം, ഏത് പ്രായമാകട്ടെ, ഇതിനകത്ത് എനിക്ക് കിടക്കാൻ പറ്റില്ല, ഇത് അപകടമാണ്. എന്നെ പിശാച് ചതിച്ചു, അയാൾ കൊണ്ടുവന്ന ഈ സാധനങ്ങൾ എൻ്റെ അകത്ത് കൊണ്ട് കുത്തിക്കയറ്റി, രക്ഷപ്പെടാൻ പേരാതെ വണ്ണം ഞാൻ പെട്ടുപോയി, വിടുതൽ വേണം എന്ന് നിലവിളിച്ചുകൊണ്ട് പോകൂ. നാളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാംക്ഷിച്ചു വരൂ. ഒന്നുകൂടെ പറയുന്നു, ആത്മാവ് എങ്ങനെയാണ് ഈ ജയം തരുന്നതെന്ന് കർത്താവിൻ്റെ വരെ താമസിച്ചാൽ, നമ്മളൊക്കെ ആരോഗ്യത്തോടുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവും. കർത്താവിൻ്റെ താമസിച്ചാൽ നമ്മളിവിടെ ഉണ്ടാവും. വരൂ, ഒന്ന് എഴുന്നേറ്റിരിക്കുമോ? ഒരു 2 മിനിറ്റ്. ആരോഗ്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ ഇരുന്നോളൂ, കുഴപ്പമില്ല. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കണം. അറിയാതെ പോകരുത്, കണ്ണുടച്ച് പോവല്ലോ. ഒന്ന് ഹൃദയം വണക്കി, കണ്ണടയ്ക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ണുടച്ച്, കർത്താവേ, ആത്മീയ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഭൗമ ജീവിതത്തിന് വേണ്ടി ഞാൻ ഓടി നടന്നു. വലിയ പാപമൊന്നും ചെയ്തില്ല, വ്യഭിചാരമൊന്നും ചെയ്തില്ല ആ കൂട്ടർ. എന്നാൽ ആത്മജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റിയില്ല. ഉപജീവന മാർഗവും നോക്കി തിരക്ക് പിടിച്ചു ഓടുക. പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും സമയമില്ല. ജീസസ് ജീസസ് ജീസസ്. നിനക്ക് ശേഷം ബലമില്ല. സർവീസിൻ്റെ അനുഭവം നിനക്ക് ബലമില്ല. പിശാചിന്റെ ശക്തിയുടെ മുമ്പാകെ നിൽക്കാൻ നിനക്ക് ബലമില്ല. മന്ത്രവാദ ശക്തിയുടെ മുമ്പാകെ നിൽക്കാൻ നിനക്ക് ബലമില്ല. അതിൻ്റെ ഏത് കാറ്റും നിന്നെ ബാധിക്കും. ജീസസ് ജീസസ്. പിശാചിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാതെ ബലഹീനമായി ജീവിക്കുന്ന ഏത് മണ്ഡലത്തെക്കുറിച്ചും കമാണ് അല്പസമയം ഹൃദയം തുറക്കണേ, ഹൃദയം തുറക്കണേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. പരാജയത്തിൻ്റെ ബോധമെങ്കിലും ഇല്ലാതെ അതിൽ രസിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുതേ. അല്ല, ഏതെങ്കിലും ഒരു ലൈംഗിക പാപത്തിൻ്റെ എന്തെങ്കിലും വകുപ്പ് ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദുഃഖത്തോടെ കർത്താവേ എനിക്ക് രക്ഷപ്പെടണം എന്ന് പറയൂ. ഹൃദയം തുറന്ന് പറയൂ. ജയിക്കാൻ മേലാത്ത പല പല മണ്ഡലങ്ങളുണ്ട്, അനേകർക്കുണ്ട്. അല്ല, ബുദ്ധിമണ്ഡലത്തിൽ
ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ പറ്റാതെ മിടുക്ക് പറഞ്ഞ് ഉള്ള ആ ചിന്ത കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ദൈവത്തെക്കാൾ കൂടിയ ആളാണെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. കമാണ്. ഒന്ന് 2 മിനിറ്റ് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ജീസസ്, എനിക്ക് ജയം വേണം കർത്താവേ, എനിക്ക് ജയം വേണം കർത്താവേ, ജയം വേണം കർത്താവേ. പ്രിയരെ അറിയൂ, ഇവിടെ വെച്ച് നാം ജയം എടുക്കും. ഇവിടെ വെച്ച് നാം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കും. അങ്ങനെ അഴിക്കാൻ വേണ്ടിയാണ് ഈ പാഠം, അല്ല ആരെയും പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയല്ല. നിങ്ങളോടുകൂടി ആത്മീയ ശുശ്രൂഷയ്ക്ക് ഞങ്ങളിവിടെ ഉണ്ടാവും. അതിനെ അഴിക്കാനുള്ള ആത്മീയ ശുശ്രൂഷകൾ ഞങ്ങൾ ആത്മാവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നോക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി, അങ്ങനെ ചിന്തയുള്ളവർ പാടിക്കോളൂ. ദൈവത്തെ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ആരിദാ, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ജീസസ്, ഹല്ലേലൂയ. റമശാന്തുരിബിഗസി. ഞങ്ങളുടെ ഉള്ളത്തിൻ്റെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അനുഭവിക്കാൻ ഇന്ന് രാത്രി അടിയങ്ങൾക്കൊരു അനുഗ്രഹം തരണമേ. ഒരു ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. ഡോക്ടർ ജോൺസൺ സാമുവൽ മുമ്പോട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ. പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് അങ്ങയുടെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം. കർത്താവേ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം